വായിലെ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നതൊക്കെ പലരും നിസ്സാരമായി കാണാറുണ്ട്. അതൊരു പുണ്ണല്ലേ, കുഴപ്പമില്ല, അത് ഇന്ന് വരും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോയിക്കോളും എന്ന് വിചാരിച്ച് വിടുന്ന പലരും ഉണ്ട്. പക്ഷേ ഈ പുണ്ണ് പലപ്പോഴും പിന്നെ വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയി മാറാറുണ്ട്. ഇത് അപ്പം തന്നെ അതിനൊരു ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട്. അപ്പം നമുക്ക് ഈ വായിൽ വരുന്ന പുണ്ണ് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജയൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായയിൽ വരുന്ന പുണ്ണ്. ഈ പുണ്ണ് പലപ്പോഴും നമ്മുടെ വായയിൽ തന്നെ പല ഭാഗത്തായിട്ട് കാണാറുണ്ട്. നാവിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നാവിൻ്റെ മുകളിലായിട്ട് തന്നെ, ഗംസിൽ, ചുണ്ടിൻ്റെ കോർണേഴ്സിൽ, വായൻ്റെ ഉള്ളിൽ ഇവിടെയായിട്ട് ഒക്കെ കാണാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് പല കാരണം കൊണ്ടും വായിൽ പുണ്ണ് വരാം. അതിലത്തെ ആദ്യത്തെ ഒരു കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പലർക്കും ഈ മെയിനായിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ B12 ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് വായിൽ പുണ്ണ് വരാം. അതുപോലെ തന്നെ ഈ ഡെഫിഷ്യൻസി പറയുമ്പോൾ പറയേണ്ട ഒന്നാണ് സിങ്ക് അടങ്ങിയ ഫുഡ് അധികം കഴിക്കണില്ല എന്നുള്ളവർക്ക് ആ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കാരണം വായിലിടയ്ക്കിടയ്ക്ക് പുണ്ണ് വരാം. പിന്നെ പലർക്കും നമ്മൾ പുണ്ണ് വന്ന് കാണുന്ന ഒരു സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെസ്സ് വരും. ഭയങ്കര സ്ട്രെസ്സിലും ടെൻഷൻ കൂടെയൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും വായിൽ പുണ്ണ് വരും. കാരണം നമ്മുടെ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും പുണ്ണൊക്കെ റിലേറ്റഡ് ആണ്. അപ്പം നമുക്ക് പലപ്പോഴും ടെൻഷനൊക്കെ വരുമ്പോൾ അത് നമ്മളുടെ ഒരു വയറിനെ എഫക്റ്റ് ചെയ്യും. അത് പിന്നെ വായിൽ പുണ്ണൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും സ്ട്രെസ്സ് വരുമ്പോൾ പുണ്ണ് വരുന്നത്. അതുപോലെയുള്ളതാണ് പ്രഗ്നൻസീൻ്റെ ടൈമിൽ ഈ പുണ്ണ് വരുന്നത് കാണാറുണ്ട്. ചിലർക്ക് റിക്കറൻ്റായിട്ട് വരും, ഇടയ്ക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ പുണ്ണ് വന്നുകൊണ്ടിരിക്കും. അത് പലപ്പോഴും അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം. എന്നുവെച്ചാൽ അവരുടെ ഫാമിലിയിലും ഈ ഒരു പ്രശ്നമുള്ള പലരും ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന പുണ്ണുണ്ടായിരിക്കും. അതുപോലെ H. പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, H. പൈലോറി പോസിറ്റീവായിട്ടുള്ളവർക്കും ഈ പുണ്ണ് വരാറുണ്ട്. അതുപോലെ ഈ ഉറക്കം കുറവുള്ളവർക്ക്, ഉറക്കം തീരെ ഇല്ല, അങ്ങനെയുള്ളവർക്കും ഈ പുണ്ണ് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പുണ്ണ് എന്ന് പറയുന്നത്, ഈ വായിലത്തെ പുണ്ണ് എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവർക്കും, ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാവർക്കും ഒരു വട്ടെങ്കിലും വന്നിട്ടുണ്ടാവും ഈ ഒരു ലൈഫ് ടൈമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പുണ്ണായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് എപ്പോഴും പലരിലും കണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ പുണ്ണ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത് എന്ന് നോക്കാം. വായിൽ വരുന്ന പുണ്ണിൻ്റെ കളർ ഒരു വെള്ള കളർ അല്ലെങ്കിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആ പുണ്ണിൻ്റെ ഒരു വലിപ്പം, സാധാരണ ഇപ്പോൾ നമ്മൾ വായിലൊക്കെ പുണ്ണ് വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയ വലിപ്പമായിരിക്കും, ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പുണ്ണ് ഒരു 1 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ വന്ന ആ ഒരു ചെറിയ പുണ്ണിൻ്റെ വലിപ്പം കൂടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കണം. അതെന്തായാലും നമ്മളത് ഒബ്സർവ് ചെയ്യണം. അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് എന്തായാലും ശ്രദ്ധിക്കണം. അതുപോലെയാണ് വേദന എന്ന് പറയുന്നത്, ചിലപ്പോൾ ഒരു പുണ്ണ് വരുമ്പോഴുള്ളൊരു വേദനയൊക്കെ സാധാരണ ആയിരിക്കും. വല്ല എരിവുള്ളത് കഴിച്ചാലൊക്കെ ഒരു വേദന അല്ലെങ്കിൽ പുകച്ചിലൊക്കെ വരും. പക്ഷേ ഇതല്ലാതെ ഒരു സഹിക്കാൻ പറ്റാത്ത വേദന വരാം, വായ പോലും തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അത്രയും വേദന വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയി കാണേണ്ട ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഇനിയിപ്പോൾ വായിൽ പുണ്ണ് വന്നാൽ 1, 2, 3 പുണ്ണൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, വായ ഫുള്ളായിട്ട് പുണ്ണ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അതുപോലെ ഇവിടെയൊക്കെയുള്ള ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെയുള്ള ലിംഫ് നോഡ്സ്, കഴല പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ പുണ്ണിൻ്റെ കൂടെ പനി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കേ പുണ്ണ് വരുന്നുണ്ട്, കുറേ പുണ്ണുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേറൊരു കാരണവും ഇല്ലാതെ വെയിറ്റ് കുറയുക, അതുപോലെ ഭയങ്കരമായ ക്ഷീണം, നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല എന്നൊക്കെയുള്ള പോലത്തെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഡോക്ടറെ തന്നെ കാണിക്കണം. പുണ്ണ് ഒരു സ്ഥലത്ത് തന്നെ പിന്നെയും വരികയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നവർക്കൊക്കെ ഒരേ സ്ഥലത്ത് ഒരേ പ്ലേസിൽ തന്നെ പിന്നെയും വരികയാണെങ്കിലും അത് ഒന്ന് ഒബ്സർവ് ചെയ്ത് സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിലരിത് ഭയങ്കര ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചെടുക്കുന്ന പോലെ ചിലരിത് ഭയങ്കര ടെൻഷനായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആണ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമുള്ളത്. അല്ലാതെ നമുക്ക് സാധാ വരുന്ന പോലെ ഇപ്പോൾ എരിവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പുണ്ണുള്ളവർക്ക് അത് സാധാരണ കണ്ടുവരണം. അത്രയൊക്കെ ഉള്ളൂ. അയ്യോ ഇത് ക്യാൻസർ ആണോ എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ കുറച്ച് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചിന്തിക്കേണ്ട പോലും ആവശ്യം വരുന്നുള്ളൂ, ഡോക്ടറെ കാണിക്കേണ്ട ആ ഒരു ഇത് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നുണ്ടെങ്കിൽ
ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ലൈഫ് സ്റ്റൈലായിക്കോട്ടെ, അല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഒന്നാണ് സ്മോക്കിംഗ്. സ്മോക്കിങ്ങുള്ള പലർക്കും ഇങ്ങനെ കാണും, പക്ഷെ അവർ കുറേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷേ സ്മോക്കിംഗ് നിർത്തണില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു കാരണം എന്തുണ്ട്, അവിടെ ഒരു മെയിൻറ്റെയിനിങ് കോസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലേ നമ്മൾ എന്ത് മരുന്നും കഴിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, മദ്യം, ഈ 2 ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഒഴിവാക്കുക. അതുപോലെ ഈ അസിഡിക് ഫുഡ്സ് ഇല്ലേ, ഇങ്ങനെ കുറച്ച് പുളിപ്പൊക്കെ ഉള്ളത്, അതൊന്ന് ഒഴിവാക്കുക. അധികം എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ അസുഖത്തിനും വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിനും നല്ലപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് കൊണ്ടൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ മാക്സിമം കുറച്ച് ടെൻഷൻ ഫ്രീ ആയി സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ നോക്കുക. അതേപോലെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് പല പോലത്തെ ടൂത്ത് ബ്രഷ് വാങ്ങാൻ കിട്ടും. കുറച്ച് ഹാർഡായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഈ പുണ്ണ് വന്ന സ്ഥലത്ത് ബ്രഷ് ചെയ്യുമ്പം ഈ ബ്രഷൊക്കെ തട്ടാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ആ പുണ്ണ് അങ്ങനെ അവിടെ ഇരിക്കും. അത് മാറാതെ ഇരിക്കാനുള്ള ഒരു ചാൻസ് കൂടുതൽ. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ ആയിട്ടുള്ളതാണ് ഗാർഗിൾ ചെയ്യുക. ഉപ്പ് വെള്ളം എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 1/2 സ്പൂൺ ഉപ്പിട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് വായിൽ പിടിക്കുക. ഒരു ഇളം ചൂടുവെള്ളത്തിലാക്കിയിട്ട് വായിൽ പിടിച്ചിട്ട് തുപ്പിക്കളയാം. ഇതൊന്നാണ്. അതുപോലെ തന്നെ തേൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ പുണ്ണുള്ള സ്ഥലങ്ങളിൽ തേൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. കാരണം വെളിച്ചെണ്ണയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ മഞ്ഞളിന് എന്താണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പം മഞ്ഞളും അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഫുഡ് നന്നായിട്ട് കഴിക്കുക. ഇപ്പോൾ മോരൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതേപോലെയുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും തണുത്തത് കുറച്ച് നേരം വായിൽ പിടിച്ചിരുന്നാൽ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇപ്പം തണുത്ത വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ലക്ഷണങ്ങൾക്കും ആ ഒരു ബുദ്ധിമുട്ടിന് കുറച്ചൊരു റിലീഫ് തരും. അപ്പോൾ ഈ വായ്പുണ്ണ് വന്നാൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവേണ്ടോ, അല്ലെങ്കിൽ ഇത് വെറുതെ അത് പോട്ടെ കുഴപ്പമില്ല എന്ന് കാണുമല്ല. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടോ, ഇത് കൂടി വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.